എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്രിസ്മസിന് ആദ്യം ഒരു വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് ബനാനയും കൊണ്ട് നമ്മൾ പഴുത്ത ഏത്തപ്പഴം കൊണ്ടാണ് ഒരു വൈൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോഴായിരിക്കും ക്രിസ്മസ് ആകുമ്പോഴത്തേനും വൈനായിട്ട് റെഡിയായി കിട്ടുന്നത്. അപ്പം നമ്മളൊരു 1/2 കിലോ ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ പഴുത്തത് എടുക്കണം, കറയുള്ള ഏത്തപ്പഴം എടുക്കരുത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 3 ഗ്രാമ്പൂവും 3 ഏലക്കയും 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് നാരങ്ങാനീരാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ 1/2 കിലോ ഏത്തക്കയല്ലേ, അപ്പോൾ 1 സ്പൂണ് നാരങ്ങാനീര് മതിയാവും. പിന്നെ ഒരു 400 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഈസ്റ്റും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനുവേണ്ടി 1 ലിറ്റർ നല്ലതുപോലെ വെള്ളം തിളപ്പിച്ചാർച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഏത്തപ്പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ചെറിയതായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് വേണം നല്ലതുപോലെ വെയിലത്ത് കഴുകി ഉണങ്ങിയെടുത്ത് ഭരണിക്കകത്ത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ചെറിയ പീസാക്കി എടുക്കാം. നമ്മൾ ഏത്തപ്പഴമൊക്കെ ചെറിയതായിട്ട് നൈഫ് വെച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഫോർക്ക് വെച്ച് ഉടച്ചുവാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്കിതൊന്ന് തെളിഞ്ഞു വരാൻ വേണ്ടി താമസം എടുക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ അത് നമ്മൾ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുമ്പോഴത്തേനും ആവശ്യത്തിന് നമുക്ക് ഇതിൻ്റെ ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ വൈനകത്ത് കിട്ടി വരും. ഇപ്പോൾ ഇത് മതിയാകും. നമുക്കിത് തന്നെ വൈനക്കകത്തോട്ട് നിറയ്ക്കാം. നമ്മൾ എപ്പോഴും വൈൻ ഉണ്ടാക്കുന്ന ഭരണി വെള്ളമയം ഒട്ടും ഇല്ലാതെ നല്ലതുപോലെ കഴുകി വെയിലത്ത് ഉണക്കിയതായിരിക്കണം. ഇത് 400 ഗ്രാം പഞ്ചസാരയാണ്, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കറുവാപ്പട്ട ഏലക്കയും ഗ്രാമ്പും അതും ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് നാരങ്ങാനീര് അതും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഈസ്റ്റ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 1 ലിറ്റർ വെള്ളം തിളപ്പിച്ചാർച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഒഴിച്ച് ഇത് നമ്മൾ 21 ദിവസം കെട്ടി വെക്കണം. എന്നും ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് വേണം അരിച്ച് നമ്മൾ പിന്നെ കുപ്പിയിൽ ഒക്കെ വെക്കാൻ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. എന്നും ഇളക്കി കൊടുക്കണം. ഏത് വൈൻ ഇട്ടാലും നമ്മൾ എന്നും ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കെട്ടിവെക്കാം. നമ്മുടെ ബനാന വൈന് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ 21 ദിവസം കഴിഞ്ഞ് അരിച്ചെടുത്തിട്ട് പിന്നെ ഒരു 15 ദിവസം കൂടെ ആയതാണ്. അപ്പോഴായിരിക്കും നമുക്ക് നല്ലതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഒരു ഐറ്റമായിട്ട് ക്രിസ്മസിൻ്റെ വരാം. അതിന് മുമ്പിൽ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായമൊക്കെ അറിയിക്കണം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.